ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഡിലേ ഒക്കെ വന്നു. എനിവേ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അത് ഇത്രയും വളർന്നിട്ടുണ്ട്. 1.5 മാസം പ്രായം കഴിഞ്ഞു, ഏകദേശം 2 മാസം പ്രായത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയുകയാണെങ്കിൽ കാക്കപ്രായം കഴിഞ്ഞ് ചെങ്ങാലിപ്രായത്തിലൂടെ കിടന്നു പോകുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ ഫുൾ സീരീസ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഷോർട്സിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അട വയ്ക്കുന്നത് മുതൽ വിരിയുന്നത് അവരുടെ വളർച്ചാ ഘട്ടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിവേ നമ്മൾ 8 മുട്ട അട വെച്ച് 7 കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അതിൽ 2 ആഴ്ച പ്രായമുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ ചെങ്ങാലെറിയാൻ കൊണ്ടുപോയി. അങ്ങനെ ബാക്കി 6 പേരെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയായിട്ട് നോക്കി. അവർ 6 പേരും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇത്രയും വളർന്നിട്ടുണ്ട്. സോ ഫാർ സോ ഗുഡ്. ഇതുവരെ വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ പോകുന്നു. പിന്നെ നമ്മുടെ അമ്മക്കോഴിയിലേക്ക് വരികയാണെങ്കിൽ അമ്മക്കോഴിയെ കണ്ടാൽ അറിയാം. ഇതിന് മുമ്പുള്ള 1-2 വീഡിയോസിൽ അവൾ കുറച്ചൊരു എന്താ പറയുക തൂവലകളൊക്കെ പൊഴിച്ച് വലിയ മനയില്ലാതെ വലിയ വൃത്തിയില്ലാതെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് നാടൻ കോഴികളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇറങ്ങി അവർക്ക് ഒരു പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ തൂവലുകളൊക്കെ പൊഴിച്ച് മോൾട്ടിങ് എന്ന് പറഞ്ഞ സ്റ്റേജിലൂടെ കടന്നു പോകും. അതിനുശേഷം പുതിയ തൂവലുകൾ വന്ന് ഇവർ നല്ല പഴയതിലും സൗന്ദര്യമുള്ള പിടക്കോഴികളായി മാറും. അപ്പോൾ തൂവലുകളൊക്കെ പൂർണ്ണമായിട്ട് വളർന്നാൽ അതിൻ്റെ അർത്ഥം അവർ ആ കുഞ്ഞുങ്ങളെ കുത്തിപ്പിരിക്കാനുള്ള ഒരു പരുവായി എന്നുള്ളതാണ്. അവരടുത്ത സെറ്റ് മുട്ടയിടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഇച്ചിരി ശ്രദ്ധ കുറവാണ്. ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും അഴിച്ചുവിടുകയാണ് കോഴിക്കുഞ്ഞുങ്ങളെ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രായമായി. മഴയില്ലെങ്കിൽ എന്താണെങ്കിലും അഴിച്ചുവിടും, മഴയുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചിടാറുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിടക്കോഴിക്ക് ശ്രദ്ധ വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതവരുടെ നാച്ചുറലായിട്ടുള്ള ഒരു സ്വഭാവമാണ്. പിന്നെ അല്ലാതെ ഞാൻ അടവെച്ചു എന്ന് പറയാൻ പറ്റില്ല. മഴ ആയതുകൊണ്ട് അടയിരുന്ന എല്ലാ കോഴികൾക്കും 1 മുട്ട 2 മുട്ടയൊക്കെ വെച്ച് അടവെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അവരെയും പൂർണ്ണമായിട്ടും പുറത്തു വിടുകയാണ്, ആരെയും പിടിച്ചിടുന്നില്ല. കാരണം അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി, കുഞ്ഞുങ്ങളെ നോക്കേണ്ട ഫുൾ ഉത്തരവാദിത്തം അമ്മ കോഴിക്ക് തന്നെയാണ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പോകും. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത് അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ തൊപ്പിക്കോഴിയാണ്. ഇത് നമ്മളുടെ ഫസ്റ്റ് കന്നിക്കോഴിയാണ്. ഫസ്റ്റ് സെറ്റ് മുട്ടയിട്ട് അടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. 7 പേരുണ്ട്. സോ അവരെ ഞാൻ പിടിച്ചിട്ടിരിക്കുകയാണ്. കാരണം അത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അല്ലാതെ എല്ലാ അമ്മക്കോഴികളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പുറത്ത് വിട്ടിരിക്കുകയാണ്. അവർ കംപ്ലീറ്റ് പുറത്തൂടെയും പറമ്പിൽ കൂടെയും ചകഞ്ഞ് തിന്ന് വളരുകയാണ്. നമ്മൾ കൂടുതൽ കെയർ കൊടുക്കുന്നില്ല, ഫുഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഫുൾ അമ്മക്കോഴി തന്നെ കുട്ടികളെ നോക്കണം. കഴിവ് കുറഞ്ഞ അമ്മക്കോഴികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി അവർ ഫ്രീ ആയിട്ടുണ്ട്. എല്ലാവർക്കും 1-2 ഒക്കെ വെച്ചേ ഉള്ളൂ. നമ്മളധികം കെയർ കൊടുക്കുന്നില്ല. അവരങ്ങനെ അവരുടെ ഇഷ്ടത്തിന് നടന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ചിലപ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പുറത്ത് വിട്ടു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ 3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 3 എണ്ണത്തിനെയും വളർത്തിക്കൊണ്ട് വരുന്ന അമ്മക്കോഴികളുണ്ട്. പിന്നെ നമുക്ക് ഗാർഡായിട്ട് ദൈവനുണ്ട്, ഈ നമ്മുടെ പൂവൻകോഴി. ഇത് നമ്മുടെ ഒരു കന്നിപ്പടയാണ്. ഇവിടെ മുട്ടയിട്ടു. സോ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ബൈ.